ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് അതിർത്തി. ചില കുറ്റവാളികളെ ഒഴിവാക്കുന്നു എന്നാണ് കോടതിയുടെ സംശയം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ വിജയകുമാർ, KP ശങ്കർദാസ് എന്നിവരെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് വിമർശനം. കേസിലെ പ്രതികളായ B മുരാരി ബാബു, N വാസു, KS ബൈജു എന്നിവർക്ക് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങൾ ചേർന്നു. വിഷ്ണു, ഇത് ദേവസ്വം ബെഞ്ചല്ല, മറ്റൊരു ബെഞ്ചാണ്. ഏറ്റവും ഒടുവിൽ ദേവസ്വം ബെഞ്ച് ആ കേസ് പരിഗണിക്കുമ്പോൾ അന്വേഷണ സംഘത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തുകയും അന്വേഷണം ശരിയായ വഴിക്കാണെന്ന് പറയുകയും ഈ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറയുകയും 1 മാസം നീട്ടിക്കൊടുക്കുകയുമാണ് ഏറ്റവും ഒടുവിൽ ഉണ്ടായത്. അധിക നാളായിട്ടുമില്ലത്. അതിനിടയിൽ ഇത്ര കടുത്ത വിമർശനങ്ങൾക്ക് പശ്ചാത്തലമാകുന്ന എന്താണ് മറ്റൊരു ബെഞ്ചിൽ? വിഷ്ണു, ഹാഷ്മി, കഴിഞ്ഞ തവണ ശ്രീകുമാറിന്റെയും അതോടൊപ്പം ജയശ്രീയുടെയും ജാമ്യം തള്ളിയ ബെഞ്ചാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ. ഇത് ആ ജാമ്യം തള്ളിയ ഉത്തരവിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിലെ അന്വേഷണം തൃപ്തികരമാണെങ്കിലും അത് ഒരുപടി കൂടി കടന്ന് മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ കേസിൽ വൻ തോക്കുകളിലേക്ക് അന്വേഷണം എത്തണം. ഇതിന്റെ ഗൂഢാലോചന നടന്നിരിക്കുന്നത് ടോപ്പ് ലെവലിലാണ്. അവരിലേക്ക് അന്വേഷണം എത്തണം. എന്നാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ സത്യം പുറത്തു വരികയുള്ളൂ. ഈ കൊള്ളയുടെ വ്യാപ്തിയൊക്കെ പുറത്തു വരണമെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകണമെന്ന് കഴിഞ്ഞ ഉത്തരവിൽ ഇതേ ബെഞ്ച് തന്നെ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ മുരാരി ബാബുവിന്റെയും KS ബൈജുവിന്റെയും N വാസുവിന്റെയും ജാമ്യഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഒരു പടി കൂടി കടന്ന് ഒരു അതിരൂക്ഷ വിമർശനം SITക്കെതിരെ ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ച് ഉന്നയിക്കുന്നത്. അത് ഇങ്ങനെയാണ്: ഈ കേസിൽ നേരത്തെ ജയിലിൽ കഴിയുന്ന A പത്മകുമാറിന്റെ ബോർഡംഗങ്ങളായിരുന്ന ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് ഈ കേസിൽ പ്രതി ചേർക്കുന്നില്ല, അവരെ കസ്റ്റഡിയിൽ എടുക്കാത്തത് എന്തുകൊണ്ടാണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ കോടതി ചോദിക്കുന്നുണ്ട്. ഇത് സ്വർണ്ണമായിട്ടും ഇത് ചെമ്പെന്ന് എഴുതി വെച്ചത് ഒരാൾ ഒറ്റക്കല്ല, മറിച്ച് ഇതൊരു ബോർഡിന്റെ കൂട്ടായ തീരുമാനമാണ്. ആ പശ്ചാത്തലത്തിൽ ആ ബോർഡിൽ ഉണ്ടായിരുന്ന മറ്റംഗങ്ങൾക്കും അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം പേറുന്ന ആളുകളാണ് ശങ്കർദാസും വിജയകുമാറും. അവരെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത് എന്ന് കോടതി വളരെ രൂക്ഷമായി തന്നെ ചോദിക്കുന്നു. ഒപ്പം കഴിഞ്ഞ ഡിസംബർ 5-ന് ശേഷം ഈ കേസിൽ കാര്യമായ ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല. SITയുടെ ഈ മെല്ലെപ്പോക്ക് സംശയപ്പെടുത്തുന്നു എന്നുള്ളതാണ് കോടതി നിരീക്ഷണം, കോടതിയുടെ വിമർശനം. ഒപ്പം തന്നെ ഈ കേസിൽ ബിഗ് ഗൺസ് എന്ന വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ് കോടതി. അത്തരം ലെവലിലേക്ക് അന്വേഷണം പോകണം. അവരെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരന്വേഷണം അത് ഒട്ടും പോസിബിൾ അല്ല, അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് അവരിലേക്ക് കൂടി അന്വേഷണം എത്തണമെന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ പറയുകയാണ്. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതിയാണ് ദേവസ്വം ബെഞ്ച് ഹർജി പരിഗണിച്ചത്. അന്ന് പോലും ദേവസ്വം ബെഞ്ച് പറഞ്ഞത് അന്വേഷണം വളരെ ശരിയായ ദിശയിൽ നടക്കുന്നു, പൂർണ്ണ തൃപ്തിയിലാണ്, ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല, 1 മാസം കൂടി സമയം നീട്ടി നൽകുന്നുവെന്നാണ്. അതിനിടയിലാണ് മറ്റൊരു ബെഞ്ചിൽ നിന്ന് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് അതിരൂക്ഷ വിമർശനം വന്നിട്ടുള്ളത്. നമുക്കറിയാം, പത്മകുമാറിന് ശേഷം ഒരു ടോപ്പ് ലെവൽ അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ടോപ്പ് ലെവൽ അറസ്റ്റിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. താഴേക്കിടയിലെ ഉദ്യോഗസ്ഥർക്കിടയിൽ മാത്രമാണ് അന്വേഷണം നടക്കുന്നത്. ഇതേ ബെഞ്ച് തന്നെ നിരീക്ഷിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ കേസിൽ ഏറ്റവും ആദ്യം അറസ്റ്റിലാവുകയും അയാളാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് ഇതിനു തന്നെ നമുക്ക് മുൻപിൽ തെളിവുകളായുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ സുലഭമായ ഒരു ആക്സസ് ശബരിമല സന്നിധാനത്തടക്കം എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ആക്സസ് ലഭിക്കാൻ കാരണം അയാൾക്ക് കേവലം ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധം കൊണ്ട് മാത്രമല്ല, അതിനും അപ്പുറത്തുമുള്ള ആളുകളുമായുള്ള ബന്ധമാണ്. ആ പശ്ചാത്തലത്തിൽ ആ ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം അന്വേഷണം ചുരുങ്ങാതെ അതിനും അപ്പുറത്തേക്കുള്ള ലെവലിലേക്ക് പോകേണ്ടതുണ്ടെന്ന് കഴിഞ്ഞ ഉത്തരവിൽ കോടതി പറഞ്ഞതാണ്. അത് വിഷ്ണുവിടെ ദേവസ്വം ബെഞ്ചിൽ SIT ഇടവേളകളിൽ കൃത്യമായ അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നുണ്ട്. അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ സമർപ്പിക്കുമ്പോൾ അതൊരു പക്ഷേ അത് പൊതുസമക്ഷം ഇല്ലാത്തതാണ്. അത് ദേവസ്വം ബെഞ്ച് വായിക്കുന്നുണ്ട്. ദേവസ്വം ബെഞ്ചിന് അന്വേഷണത്തിന്റെ വഴികളെപ്പറ്റി വളരെ കൃത്യമായ ധാരണ ആ വിഷയത്തിലുണ്ട്. ഒരുപക്ഷെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് വായിച്ചതിന് ശേഷം തന്നെയാണ് പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തുന്നതും 1 മാസത്തെ സമയം അനുവദിക്കുന്നതും. ആ അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ എന്തായാലും ഈ ബെഞ്ചിന് മുന്നിലില്ല എന്നാണ് എൻ്റെ അറിവ്. ഇതിൽ കോടതി പറയുന്നത്, ദിസ് ഷോസ് സീരിയസ് ലാക്സിറ്റി ഇൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദിസ് ക്രൈം ആൻഡ് കാസ്റ്റ് ഷാഡോ ഓഫ് ദ ഡൗട്ട് ഇൻ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഗുരുതരമായ അലംഭാവം, മാത്രമല്ല കാസ്റ്റ് ഷാഡോ ഓഫ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണ സംഘത്തിന് മുകളിൽ സംശയത്തിന് നിഴൽ വീഴ്ത്തുന്നു എന്നൊക്കെ പറയുന്നത് അതിഗുരുതരമായ വിമർശനങ്ങളാണ്. അതിൽ SIT എന്താണ് മറുപടി പറയുക, വിഷ്ണു? ഹാഷ്മി, ഒരു തർക്കവുമില്ല, ആദ്യമായാണ് SITക്ക് നേരെ അതിരൂക്ഷമായ ഒരു വിമർശനം ഉണ്ടാകുന്നത് തന്നെ ആദ്യമായാണ്. അതിരൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ച് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. SITയെ സംശയനിഴലിലാണ് ആ ഉത്തരവിൽ നിർത്തുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്. അതിലൊന്ന്, ഈ ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നില്ല, അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല എന്ന ചോദ്യം ഉന്നയിക്കുന്നു. A പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേ ബോർഡിലെ അംഗങ്ങളായിരുന്നു ഇവർ. അതുകൊണ്ട് ഇവർക്ക് ഈ ചെമ്പ് എന്ന് എഴുതിയതിൽ കൂട്ടുത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ്
എന്തുകൊണ്ടാണ് അവരിലേക്ക് അന്വേഷണം പോകാത്തത്? പല പ്രതികളെയും അല്ലെങ്കിൽ ചില ആളുകളെയൊക്കെ ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് കോടതി ചോദിക്കുകയാണ്. ഡിസംബർ 5-ന് ശേഷം കാര്യമായ ഒരു അന്വേഷണം ഇതിലുണ്ടായിട്ടില്ല, അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന കോടതി നിരീക്ഷിക്കുന്നു. അത്തരം നിരീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ അതിരൂക്ഷ വിമർശനത്തിലേക്ക് കോടതി പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ SIT എന്ത് മറുപടിയായിരിക്കും നൽകുക എന്നുള്ളത് ശ്രദ്ധേയമാണ്. SIT സംബന്ധിച്ച് SIT റിപ്പോർട്ട് ചെയ്യുന്നത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനാണ്. അതിനിപ്പോൾ ജാനുവരി 5-ാം തീയതി ആയിരിക്കും SITയുടെ അടുത്ത ഇടക്കാല റിപ്പോർട്ട്, ഒരുപക്ഷെ ഒരു അന്തിമ റിപ്പോർട്ട് തന്നെ ഹൈക്കോടതിയിലേക്ക് സമർപ്പിക്കാൻ പോകുക. അതിൽ ഏതെങ്കിലും തരത്തിലൊരു വാക്കാൽ പരാമർശം ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രമേ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു മറുപടി SIT നൽകുകയുള്ളൂ. അതല്ലെങ്കിൽ പിന്നീട് ഇപ്പോൾ ഏതെങ്കിലും ജാമ്യാപേക്ഷ ഇതേ ബെഞ്ചിൽ തന്നെ വരുമ്പോൾ ആ ഘട്ടത്തിൽ ഒരു മറുപടി നൽകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു പരസ്യ മറുപടിയിലേക്കൊന്നും SIT എത്തില്ല. കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ദേവസ്വം ബെഞ്ചിനും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദിച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മറുപടിക്ക് സാധ്യതയുള്ളൂ. SIT സംബന്ധിച്ച് അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഒരു സമ്മർദ്ദം ഈ SITക്ക് മേളിലുണ്ട് എന്ന് പ്രതിപക്ഷം. എനിക്ക് തോന്നുന്നു SIT ആൻസറബിൾ എന്ന് പറഞ്ഞ ദേവസ്വം ബെഞ്ചിനോടാണ്. അതങ്ങനെ ആണോ? അങ്ങനെ ആവുകയും വേണം. കാര്യം ദേവസ്വം ബെഞ്ച് എന്താണ് പിക്ക് ചെയ്തെടുത്ത ഉദ്യോഗസ്ഥരാണ്. കൃത്യമായി ദേവസ്വം ബെഞ്ചിന് മേൽനോട്ടത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്ന അന്വേഷണമാണ്. പക്ഷെ എന്ന് കരുതി ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ചിൽ ഇതിന്റെ അന്വേഷണത്തിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ SIT ഒരു മറുപടി ആ ബെഞ്ചിൽ കൊടുക്കേണ്ടി വരില്ലേ? കൊടുക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരെ പിടികൂടാത്തതെന്നും എന്തുകൊണ്ട് ഉറപ്പായും SITക്ക് അതിന് ന്യായ കാരണങ്ങൾ ഉണ്ടാകും. അത് ആ ബെഞ്ചിനെ ബോധ്യപ്പെടുത്തേണ്ടതല്ലേ വിഷ്ണു? ഹാഷ്മി, ബോധ്യപ്പെടുത്താനുള്ള സാധ്യതയും കൂടുതലാണ്. ബോധ്യപ്പെടുത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അത് അങ്ങനെ ഡയറക്റ്റായി ഇതിപ്പോൾ ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ വരികയും ദേവസ്വം ബെഞ്ച് അത്തരത്തിലൊരു ചോദ്യം ഉന്നയിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലായിരിക്കും അങ്ങനെ ഒരു മറുപടിയിലേക്ക് പോകാനുള്ള സാധ്യത. അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ പിന്നീട് ഇപ്പോൾ ഇതേ ബെഞ്ചിൽ തന്നെ ഈ ഹർജി ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും കേസുകളൊക്കെ വരുന്ന ഘട്ടത്തിൽ അത്തരത്തിലൊരു മറുപടി SITയുടെ ഭാഗത്ത് സ്വാഭാവികമായും SITയോട് ചോദിക്കും. അപ്പോൾ SIT മറുപടി നൽകും. അങ്ങനെ ആ ഒരു സാധ്യത മാത്രമാണ് നിലവിൽ നമ്മൾ കാണുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും നിയമസാധ്യത ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷം വ്യക്തമാക്കാം. അതല്ലാതെ നിലവിലുള്ള സാധ്യത ഇത് രണ്ടുമാണ്. അതിൽ പ്രകാരമുള്ള മറുപടിയായിരിക്കും SIT നൽകാനും പോകുന്നത്. SITക്ക് അതിൽ കൃത്യമായ മറുപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.